പ്രിയമുള്ളവരെ, അക്യൂഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പാരമ്പര്യ അതുപോലെ പഴയകാല ചികിത്സകളെ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തിൽ ആദിവാസി കുടിലുകളിൽ അല്ലെങ്കിൽ ആദിവാസി കോളനികൾ സന്ദർശിക്കുകയും അവർ സ്വീകരിച്ചിരുന്ന ചികിത്സകളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും അതുപോലെ ഇന്ന് അവർ എങ്ങനെയാണ് ചികിത്സ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായി. ഏതായാലും അതിനെക്കുറിച്ച് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ അമ്പലവയലിനടുത്ത ചുള്ളിയോട് എന്ന സ്ഥലത്ത് കോളിമൂല പണിയ കോളനിയിലാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, മുൻ പഞ്ചായത്ത് മെമ്പറും മുൻ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് മെമ്പറുമായ സുരേന്ദ്രൻ കുഴിമാളാണ്. അദ്ദേഹമാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കിവിടെ ഇവരുടെ ജീവിത രീതിയും ഇവരുപയോഗിക്കുന്ന മരുന്നും അതുപോലെ തന്നെ അവരുടെ വയസ്സും എല്ലാം ഒന്ന് ചോദിച്ചറിയാം, അല്ലേ? അവരുടെ ജീവിതശൈലി എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചറിയാം. ഓക്കെ, നിങ്ങളെ പേരൊന്ന് പറഞ്ഞോ. എൻ്റെ പേര് വെള്ളി. വെള്ളി. ആ, അമ്മയുടെ പേരെന്താ? തങ്ക. നിങ്ങളൊക്കെ ഒരു പേര് പറഞ്ഞോ. ഓമന, ഉഷ, സുനിത, കുഞ്ഞമ്മ. ഓക്കെ, ഞാനിപ്പോൾ വെള്ളിയണ്ണനോട് ചോദിക്കുകയാണ്, എത്ര വയസ്സ് പ്രായമുണ്ട്? എനിക്ക് 78 വയസ്സ് പ്രായമുണ്ട്. ഇപ്പം മരുന്നുകളൊക്കെ ഉപയോഗിക്കണ്ടോ? ഇപ്പം നമ്മൾ കോളനി മരുന്ന്, ആശുപത്രി മരുന്നൊക്കെ ആശുപത്രി മരുന്ന് ഉപയോഗിക്കണം. അവർക്ക് എത്ര വയസ്സുണ്ടാവും? അമ്മയ്ക്ക് അതിനൊരു 80ൻ്റെ മുകളിൽ 90 വയസ്സുണ്ടോ? 90 വയസ്സുണ്ടാവില്ല, ആവില്ല. പെങ്ങളാ? എൻ്റെ താഴെയുള്ളൂ. അപ്പോൾ 76 77 വയസ്സുണ്ടാവും. എൻ്റെ താഴെയുള്ളൂ മൂത്തത്. ഓക്കെ. ഇപ്പം നിങ്ങളിൽ ഇവിടെ പ്രായം കൂടിയ ആളാരാളുള്ളത്? ഏറ്റവും പ്രായമുള്ള ആള്? പ്രായം കൂടിയവരൊക്കെ ആരുമില്ലല്ലോ, ഒക്കെ ഇപ്പോൾ 10. വെള്ളിയണ്ണനാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾ. 80 വയസ്സിലൊക്കെ ഞാനാ കൂടുതൽ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അറിയാനുള്ളത്, വെള്ളിയണ്ണൻ പണ്ടത്തെ കാലത്തൊക്കെ മരുന്ന് ഉപയോഗിച്ചിരുന്നു? എന്തെങ്കിലും പിന്നെ ഇപ്പോൾ സർക്കാർ തരുന്ന മരുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ പോയി കിട്ടുന്ന മരുന്നുകളോ ഉപയോഗിച്ചിരുന്നോ പണ്ട്? ഇല്ല. ഇവിടുത്തെ മരുന്ന് മാത്രം ഉപയോഗിക്കുന്നു. ഇവിടുത്തെ മരുന്ന് മാത്രം, അതായത് ചൊപ്പായാലും പിന്നെ മരത്തിൻ്റെ തോലായാലും ഇവിടുത്തെ മരുന്നാലും അന്ന് അച്ഛന്മാരുണ്ടാക്കി, അതുകൊണ്ടാണ് അച്ഛന്മാരുണ്ടാക്കിയ മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ മരുന്ന്. അതായത് ആ മരുന്ന് കൊണ്ടാണ് വേദായാലും ഇതായാലും മരത്തിൻ്റെ തോലും ഉണ്ടാവും, പിന്നെ വേദ് ഉണ്ടാവും, വേദ് കുളിപ്പിക്കലൊക്കെ ഉണ്ടാവും. വേരും പിന്നെ ഇലകളൊക്കെ ഉപയോഗിച്ചുള്ള മരുന്നാണെന്ന് ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നത്. ഇപ്പം മരുന്ന് ഉപയോഗിക്കാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോ? ജീവിക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങളൊക്കെ മരുന്ന് ഉപയോഗിക്കണ്ടോ? ഇല്ല. പ്രഷറും ഷുഗറും മാത്രം കൂടിയാൽ മാത്രമാണ് മരുന്ന് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഒന്നും പോകുന്നില്ല. മരുന്ന് അസുഖമുണ്ട് അല്ലേ? അല്ലാത്ത ആളുകളൊന്നും അങ്ങനെ മരുന്ന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ മരുന്നുകളൊക്കെ ഉപേക്ഷിച്ചു അല്ലേ? അച്ഛനമ്മമാരിങ്ങനെ പകർന്നു തന്ന കുറേ മരുന്നുകളുണ്ടായിരുന്നു. ചിട്ട മാറിപ്പോയി. ചിട്ട മാറിയപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങൾ വന്നു അല്ലേ? ജീവിതശൈലി മാറിയപ്പോൾ രോഗങ്ങൾ വന്നു. ആദ്യം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ചിട്ടയായുള്ള ഒരു ജീവിതമായിരുന്നു. അന്നത്തെ നല്ല മരുന്നാണ്. കാട്ടിലെ കിഴങ്ങ്, കാട്ടുകിഴങ്ങ്, വെള്ളം, നൂറക്കിഴങ്ങ്, അതൊക്കെ മുളയുടെ കള്ളി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ താള് തവരൊക്കെ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു. ഇടിച്ചക്ക, നാരയൊക്കെ വെട്ടി ഒറ്റനോളത്ത് കഷ്ണാക്കി അതൊക്കെ പുഴിയൊക്കെ തിന്ന് ആൾക്കറിയാണ് അധികം. ചക്കയും എന്തുകൊണ്ടാ അതൊക്കെ പിന്നെ നമ്മൾ കളയാൻ കാരണം, അതൊക്കെ നിർത്തിവെക്കാൻ കാരണം എന്താ? ഇപ്പൊ എല്ലാവർക്കും പച്ചക്കറി സാധനം ഇപ്പൊ എല്ലാരും
ഇപ്പോഴത്തെ കുട്ടികൾക്ക് പുതിയ കുട്ടികൾക്ക് ഇതൊന്നും വേണ്ട വേണ്ട. പണ്ടത്തെ മലയാളത്തെ ഭക്ഷണം ഇപ്പൊ പറ്റില്ല, ആർക്കും പറ്റില്ല. ഇപ്പൊ പുതിയ പുതിയ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആവശ്യം ഞങ്ങൾ വായിച്ചമാരൊക്കെ ഞങ്ങൾ കൊടുത്തിരുന്നു. ചക്കായാലും മാങ്ങയായാലും എല്ലാം കൊടുത്തിരുന്നു. നമ്മള് ഈ മുളേന്റെ ഇത് പറഞ്ഞല്ലോ, എന്താണ് അതിന് കള്ളി കള്ളി കള്ളി, അത് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ അല്ലെ? ടേസ്റ്റ് ആണ്, പോഷക ഗുണമുണ്ട്, നന്നായിട്ട് ശരീരത്തിന് വേണ്ട പോഷക ഗുണം കിട്ടുന്നൊരു സാധനമാണ്. കിട്ടും. അത് അരിഞ്ഞിട്ട് ഉപ്പേരിയാക്കും. ഉപ്പേരി നമ്മളെ മുളയുണ്ടല്ലോ, ഈ മുള എന്ന് പറയുന്നത്, അതിന്റെ ഈ പുതിയതായിട്ട് മുളച്ചു വരുന്ന സാധനം ഉണ്ടല്ലോ, അത് അരിഞ്ഞിട്ടാണ് ഉപ്പേരി വെക്കാം. ഒരു കയ്പുണ്ടാവും. അതിനെ തിളപ്പിച്ച് വെള്ളം അങ്ങ് ഒഴിക്കുക. ഈ സമയത്താണ് തിന്നാനേ അത്. ഇപ്പൊ ഉണ്ടാവും, ഇപ്പൊ കൂമ്പ് ഇട്ടിട്ട് നാളുണ്ടാവും. ഈ പണ്ട് കാലത്ത് ഈ വൈദ്യന്മാർ, അതായത് നിങ്ങളെ കൂട്ടുന്നുള്ള വൈദ്യന്മാർ പരിശോധിച്ചിട്ടാണല്ലോ മരുന്നെന്ന്. നിങ്ങൾ കൈ പിടിച്ചിട്ടല്ലേ പരിശോധിക്കലെന്ന്? കൈ കണ്ണൊക്കെ നോക്കിയിട്ടല്ലേ പരിശോധിക്കും? അങ്ങനെ നോക്കിയിട്ടല്ലേ മരുന്ന് തന്നിരുന്നത്, അല്ലാതെ നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ടില്ലല്ലോ. പോയിട്ടില്ല. അവരെ നോക്കിയപ്പോ അവരൊക്കെ എല്ലാം അറിയും. അത് ആ മരുന്ന് അവരുണ്ടാക്കി അവർക്കറിയും. അവരെ നോക്കിട്ട് എന്താ ഇത് പറ്റിയെന്ന് അത് നോക്കിട്ട് അതിനെ മരുന്ന് തരുമോ. കുട്ടികൾക്ക് പോളിയോ അങ്ങനത്തെ ഒന്നും നിങ്ങൾ കൊടുത്തില്ല? ഇപ്പാണ് കൊടുക്കുന്നത്. പ്രസവമൊക്കെ എങ്ങനെ നിങ്ങൾ നടക്കുക? വീട്ടിലാണോ അതോ ഒക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ? അല്ല, അതൊക്കെ പണ്ടൊക്കെ വീട്ടിൽ തന്നെ. അവരത് പിന്നെ അതിനുള്ള ആൾക്കാർ വേറെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴുണ്ട് ആള്. ഇപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് ചികിത്സയൊക്കെ ഇപ്പൊക്കെ ആശുപത്രിയിൽ പോകണം. പണ്ടൊക്കെ ഇപ്പൊ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ. ഇപ്പൊ ഇവിടെ ഉള്ളവർക്കൊക്കെ ജോലി ഉണ്ട്, എല്ലാവർക്കും ജോലിയൊന്നുമില്ല. പണിക്ക് പോലാണോ? പണിക്കൊക്കെ പിള്ളേർ പണിക്ക് പോകും. തൊഴിലുറപ്പിന് പോകുന്നുണ്ടോ? തൊഴിലുറപ്പിനൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ട്. ഓക്കെ. ഇപ്പൊക്കെ കെട്ടുപണിയാ, അത് ബാക്കി കൈപ്പണി ഒന്നും ഇല്ല. ഇപ്പൊ തൊഴിലുറപ്പിന്റെ പണിയാണ് എല്ലാരും പോയിട്ട് എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കഫോ പനിയൊക്കെ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലാണോ പോവുക, അല്ല നിങ്ങളേതായിട്ടുള്ള എന്തെങ്കിലും ചികിത്സ? പണ്ടത്തെ മരുന്നുകളൊന്നും അതെന്തുകൊണ്ട് ഫലമില്ലാന്ന് തോന്നിയിട്ടാണോ? നമ്മളെ സൂക്കണ മാറ്റങ്ങൾ വരുന്നില്ല. പച്ചമരുന്ന് കൊടുത്തിട്ട് മാറ്റം വരുന്നില്ല. ഇപ്പൊ പണ്ടുള്ള അറിയുന്നവര് പോലെ ഇപ്പൊ ആർക്കും പച്ചമരുന്ന് എടുത്താലല്ലോ. ചെറിയ മരുന്നുകളൊക്കെ ചെറിയ സൂക്കളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ പച്ചമരുന്ന് ഇപ്പൊ പിടിക്കാത്തത് കൊണ്ട് ആശുപത്രി മരുന്ന്. ഈ സുരേന്ദ്രനാണ് നമുക്ക് വീടൊക്കെ അവിടെ വെച്ചത് അല്ലേ? പണ്ട് നല്ല വീടൊന്നും ഇല്ലായിരുന്നു, നമുക്ക് ചെറിയ വീടുകളായിരുന്നു. കാപ്പിച്ചോട്ടിന്റെ തോട്ടിലൊക്കെ നമ്മൾ സുരേന്ദ്രൻ മെമ്പറായി വന്നതിന് ശേഷമാണ് നമുക്ക് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായത്. മാറ്റങ്ങൾ ഒക്കെ ഓർമ്മയുണ്ട് അല്ലേ? ഓർമ്മയുണ്ട്. നമ്മൾ കുറെ പാടുപാട് നടന്നുണ്ട്. നമ്മൾ സുരേന്ദ്രൻ മെമ്പറൊക്കെ നമ്മൾ കുറെ നടന്നുണ്ട്. 15 വയസ്സിൽ തുടങ്ങി. 15 വയസ്സിൽ തുടങ്ങിയാണ്, ഇപ്പോഴും മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല, മുറുക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ മുറുക്കാത്തവരാരുണ്ടോ അതില്? ഇപ്പോഴത്തെ പിള്ളേർ മുറുക്കുന്നില്ല, ബാക്കി എല്ലാവരും വെറ്റില മുറുക്കുന്നു. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളെ വീട്ടിൽ വരുന്ന പാമ്പളയുള്ള കോളനിയിലെ എല്ലാവരും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ മുറുക്കുന്നുണ്ട്. അവർക്ക് 75-80 വയസ്സായി, ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും മുറുക്കിക്കൊണ്ടാണ്. കൊടിവെറ്റിലുണ്ടാവും നമ്മൾ ചെട്ടിമാർ ഇവരെ വീട്ടിലൊക്കെ. ആ കൊടിവെറ്റിൽ നിന്നുള്ളൂ അടക്ക ഇഷ്ടം പോലെ ഉണ്ടാവും. ചുണ്ണാമ്പ് ഉണ്ടാക്കിയാൽ മതി. ചുണ്ണാമ്പ് നമ്മൾ ഈ കക്കനെ പൊറുക്കും. കക്കനെ പൊറുക്കി ചുട്ടു ഇതൊക്കെ ഇതാക്കിയിട്ടാണ് ചുണ്ണാമ്പാക്കി എടുക്കുന്നത്. നല്ല ചുണ്ണാമ്പ, കൊട്ട ചുണ്ണാമ്പായിട്ടുണ്ടാവും. ആ ചുണ്ണാമ്പാക്കി ഇപ്പോഴത്തെ കടയിലത്തെ ചുണ്ണാമ്പല്ല. അല്ല പിന്നെ വെള്ളണ്ണ, ഇപ്പൊ പറഞ്ഞത് നിങ്ങളൊക്കെ മലയാളത്തിലാണ്, മലയാളം മിക്സ് ചെയ്തിട്ടാ. ഇവർക്ക് കേൾക്കേണ്ടത് പഴയ ഭാഷ. അത് പറയാൻ പറ്റുമെന്നല്ല, നിങ്ങളെ പണിയ ഭാഷ ഒന്ന് പറയാം. നിങ്ങളെ വർത്താനം ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ തനത് ഭാഷ, ആ ഭാഷ കേൾക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. ചോദിക്കുന്നത് ആ ഭാഷ ചോദിക്കും. ഇപ്പൊ ഞങ്ങൾ ആ പഴയ ഭാഷയൊക്കെ മറന്നുപോയി. പഴയ ഭാഷയൊക്കെ മറന്നുപോയി. അല്ലെ ഞങ്ങൾ പഴയ ഭാഷ പറയാം. പിന്നെ എങ്ങനെ മലയാളം പറയുമ്പോ ഇപ്പൊക്കെ മലയാളം തന്നെ പറഞ്ഞ് പഠിച്ചു. സുരേന്ദ്രൻ പറയാൻ പോവാണ്. നിർത്തിപ്പോയി. എനിക്ക് ഞാൻ ഇവർ പറഞ്ഞാൽ അതിന് മറുപടി പറയും. ഇവർ പറഞ്ഞാൽ മറുപടി പറയും, അല്ലാതെ അതൊക്കെ മറന്നുപോയി. നിങ്ങൾ എന്തിനാ വന്തിരി?
ఎంత చేంజ్ അറിയണം ఎంత ചേഞ്ച് എന്ത കാര്യം അറിയണം അതാണ് അവര് എങ്ങളെ കോളനിയെ കാര്യം അറിയാൻ വന്നറിയാ നിങ്ങ ഒരു മിനിറ്റ് ആണാണ് പറയാൻ കൊടുക്കും ആണ് പറയാൻ കൊടുക്കും ഭാഷ അമ്മ വാട്ടിയിലാണ് പറയുന്നത് എന്താ വന്നായി നിങ്ങ എങ്ങളെ കാര്യം നിങ്ങ അറിയാനാ എങ്ങളെ കോളനിയെ കാര്യമൊക്കെ അറിഞ്ഞാണ് പോയിട്ട് നിങ്ങ എന്തിനാ എങ്കാക്ക് തരുവീരി അതുകൊണ്ട് നാങ്ക എങ്ങളെ കാര്യമൊക്കെ കൂട്ടം കൂടി തരാം അതിങ്കു നിങ്ങ എന്തിനാ മോണെങ്കിലും എങ്ങളെ പറഞ്ഞും ചൊല്ലിയൊക്കെടാ നിങ്ങൾക്ക് മോണെങ്കില എങ്ങളെ പിരിയക്കും നിങ്ങൾ കാഴ്ചക്ക് വന്ന് എങ്ങളത്ത് വന്ന് പോവുക എങ്ങളെ കൂട്ടൊക്കെ മനസ്സിലാക്കുക എങ്ങളെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും അറിയാം അതുകൊണ്ട് നാങ്ക എപ്പോഴാണ് പണിക്ക് പോയിട്ടും പണിയെടുത്തിട്ടും പിന്നെ ഞങ്ങൾക്ക് ഒരാൾക്കൊരു ജോലിയൊന്നും കാണി നാങ്ക കൂലിപ്പണിക്കാൻ പോയിൻ്റെ അതിൻ്റെ പണിയെടുക്കുക അതിൻ്റെ പള്ള കഴിയുക ഇത്ര മാത്രമുള്ള ഞങ്ങൾ പണിക്കും ഇല്ലാത്തക്കല കോലിക്കും പോവും ചപ്പുക്കും പോവും കാട്ടുകിയാങ്ക് വാന്തുവാനും പോവും എല്ലാ ആൾക്കാരൊക്കെ പിന്നെ കപ്പ പെരിക്കിൻ്റെയൊക്കെ പൂള വാന്തുവാനും പോവും ഇതാണ് അതിൻ്റെ ഞങ്ങളെ ജീവിതം കോലിക്ക് പോയിൻ്റെ മലയാളത്തിൽ പറഞ്ഞാ പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞാ കോല് കാട്ടുക്ക് പോയിന്റ് നാങ്ക കോലിക്ക് പോയിന്റ് ഒക്കെ പറയും ഭക്ഷണത്തിന് തീറ്റ ചൊപ്പുക്ക് പോയിന്റ് താൾക്ക് പോയിന്റ് നെണ്ട് പിടിപ്പാനും പോവും മീനുക്കും പോവും നാങ്ക പണിയില്ലാത്തക്കല പണി എന്തല്ല പണിക്കും പോവും കൂലിപ്പണിക്ക് എടുത്തല്ല കൂലിപ്പണിക്കും പോവും തൊഴിലുറപ്പ് പോയാല തൊഴിലുറപ്പും പോവും ഇണക്കാൻ്റെ ഞങ്ങളെ ജീവിതം ഓക്കെ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താണോ, നമ്മളെ ജീവിതം ഒന്ന് ശൈലി മാറ്റി കൊടുത്താൽ അസുഖങ്ങളൊക്കെ കുറയുന്നില്ല. അത് പഠിപ്പിക്കുന്ന ആളുകൾ അവർ ജീവിതം ഒന്ന് മാറ്റിയാൽ, എന്നാൽ ജീവിതത്തിൽ കുറച്ച് ശ്രദ്ധയൊക്കെ കൊണ്ടുവന്നാൽ ഭക്ഷണം കഴിക്കുന്നതിൽ, രാവിലെ എണീക്കുന്നതിൽ, ജോലി ചെയ്യുന്നതിൽ, വിശ്രമത്തിൽ, ഉറക്കത്തിൽ ഇതൊക്കെ ഒരു ശ്രദ്ധ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കാം എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് കേട്ടോ. അത് പറയാനും കൂടിയാണ് വന്നത്. അപ്പോൾ കൊമ്മാടുന്ന് വന്നാണ് മകൻ്റെ വരെ, മോൻ്റെ വരെ, ഇത് മകൻ്റെ വരെ. അപ്പം ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളൊക്കെ കാണാനും വേണ്ടിയിട്ട് വന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ. പേര് നിങ്ങൾ സ്വന്തം പറഞ്ഞോ. കല്യാണി. നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ട്? വയസ്സറിയില്ല. ഈ ആദിവാസികൾക്ക് അവരുടെ വയസ്സിനെ കുറിച്ച് പ്രത്യേക ബോധ്യങ്ങളൊന്നുമില്ല. പഴയ കാലത്ത് ജനനവും പിന്നെ അതുപോലെ തന്നെ അവരുടെ കുറെ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ റെക്കോർഡ്സ് ഒന്നുമില്ല. അവരങ്ങനെ പറയുന്നത്, അച്ഛനമ്മമാർ പറയുന്നത് തന്നെയാണ് അവരുടെ എന്ത് വയസ്സൊക്കെ. അത് കണക്കാക്കിയിട്ടാണ് സർക്കാർ കൊടുക്കുന്നത്. അവർ പറയുന്നത് തന്നെയാണ് വയസ്സ്. വേറെ രേഖകളൊന്നുമില്ല. പഠിച്ചിട്ടുണ്ടോ? പഠിക്കാനൊന്നും പോയില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. മെഡിസിൻ ഒന്നും കുടിക്കണമൊന്നുമില്ല. ഇവരെല്ലാ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തം കാര്യങ്ങളെല്ലാം യാത്ര ചെയ്യുന്നതിനൊന്നും കുഴപ്പം പ്രയാസങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ഭക്ഷണമൊക്കെ എങ്ങനെയാ? അല്ല എന്താ എന്തൊക്കെയാണ് കഴിക്കലെന്ന് പറയും? ചപ്പുകൾ കഴിക്കും, ചീരകൾ കഴിക്കും. അതായത് മത്തൻ. നിങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കുഴിച്ചെടുക്കൂലേ കാട്ടുന്ന്? നിങ്ങൾ ആദ്യം കുഴിച്ചെടുത്തിരുന്നോ? അതിന്റെ പേരെന്താ സാധനത്തിന്റെ? അവർക്ക് അറിയുള്ളൂ അല്ലേ? ഓക്കെ. എന്നാലേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, നന്ദി അല്ലേ? ശരി, ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് പോട്ടോ, ആ വീട്ടിലേക്ക് പോട്ടോ. ഓക്കെ, കാണാം. കൈ കൊണ്ടോ. അമ്മേന്റെ പേരൊന്ന് പറയും. ചീര. ചീര എന്നാണ് പേര്. എത്ര വയസ്സൊന്നും കൂടി പറയും. വയസ്സൊന്നും അറിയില്ല. വയസ്സറിയില്ല, പക്ഷെ എപ്പോഴും ചെറുപ്പാണ്. എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്? ഇത് കഷായം മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നു. കഷായം മാത്രം കഴിക്കുന്നുണ്ട് അല്ലേ? വേറെ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല അല്ലേ? നടക്കുമോ ശരിക്ക്? ശരിക്കും നടക്കാൻ പറ്റില്ല. വടി കുത്തി നടക്കുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ മുരവന്റെ പേരെന്തായിരുന്നു? കുങ്കൻ. 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 എത്ര കൊല്ലം മരിച്ചിട്ട്? മരിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ പഠിക്കുവാതാണ്. അപ്പൊ കുങ്കൻ ഇപ്പൊ പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ നല്ല ആരോഗ്യവാനാണ്. അപ്പൊ നിങ്ങളെക്കാളും പ്രായമുണ്ട്. ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചെന്താരോ, ഈ പ്രായം ഇങ്ങനെ കാണുമ്പോ
ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള സംശയമാണ്, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ അവരൊക്കെ ആരോഗ്യന്മാരായിട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അല്ലേ? ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പോൾ ചുള്ളിയോടൊക്കെ പണ്ട് വന്നിരുന്നു, ഇപ്പോൾ വരവുണ്ടോ? ഇപ്പൊ ഒന്നും വരവില്ല. വരവില്ല. ഓക്കെ ഓക്കെ. മരുന്ന് എന്തെങ്കിലും തേക്കൽ എന്തെങ്കിലും ഉണ്ടോ ശരീരത്തിൽ? കുഴമ്പോ എന്തെങ്കിലും? എന്ത് കുഴമ്പാ തേക്കണ അറിയോ? അത് ഒന്നും അറിയില്ല. അറിയില്ല. പണ്ടത്തെ മരുന്നുകൾ വല്ലതും അറിയാം നിങ്ങൾക്ക്? പണ്ടത്തെ കാലത്തെ മരുന്നുകളൊക്കെ അതൊന്നും അറിയില്ല. അത് പണ്ടത്തെവർക്കേ അറിയുള്ളൂ. പണ്ടത്തെ അറിയുള്ളൂ അല്ലേ? ആയിക്കോട്ടെ, സന്തോഷം. എന്തായാലും ഞങ്ങളോട് ഇത്ര വിവരം പങ്കുവെച്ചിന് കേട്ടോ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പറയാനുള്ളത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കുറേ മരുന്നുകളും ജീവിതശൈലികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നൂതന യുഗത്തിലേക്ക്, പുതിയ യുഗത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവർക്ക് രോഗങ്ങളുണ്ട്. തനതായിട്ട് അവർ മണ്ണിൽ പണിയെടുത്ത് കാട്ടിൽ നിന്ന് കിട്ടുന്ന ജീവിത വിഭവങ്ങളും മറ്റൊക്കെ തിന്ന് ജീവിച്ചപ്പോൾ അവർക്ക് വലിയ വിഷയമില്ലായിരുന്നു. ഇപ്പോൾ അവർ നല്ല പുറത്തുനിന്നുള്ള പുതിയ കാലഘട്ടത്തിൻ്റെ ഭക്ഷണവും രീതിയൊക്കെ ആയപ്പോൾ അവർക്ക് മരുന്ന് വേണ്ടി വന്നു. ഇപ്പോൾ അവർ മരുന്ന് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അവർക്ക് തനതായ ഒരു ആദിവാസി ശൈലിയുള്ള ജീവിതം അന്ന് നയിച്ചപ്പോൾ രോഗങ്ങളില്ല. ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് രോഗങ്ങൾ വന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതിന് മാറ്റം വരാനുള്ള ഒരു പ്രധാന കാരണം പിന്നെ സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ അതായത് പിന്നെ കോളനികളിൽ ഇപ്പോൾ മഴക്കാല രോഗങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരോഗ്യവകുപ്പ് കോളനി കേന്ദ്രീകരിച്ച് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാവും. അപ്പോൾ പനി, മറ്റു കാര്യങ്ങള്, ജലദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചികിത്സ കൊടുക്കും. അപ്പോൾ ഇവരെ പാരമ്പര്യ ചികിത്സ ഇല്ലാതെ അങ്ങനെയാണ് പറ്റിയത്. കാരണം പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതികൾ വന്നു. അതാണ് അതിന്റെ മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ അവർക്ക് നമുക്ക് മനസ്സിലാക്കിയിടത്തോളം ഇവർക്ക് പാരമ്പര്യമായിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതല്ല, ഇപ്പോൾ വെള്ളനൻ ധരിച്ച ഡ്രസ്സല്ല ഇവർക്ക്, ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ഡ്രസ്സ് രീതികൾ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മാറി. പഴയ ആൾക്കാർ പച്ചമരുന്ന് എന്ന് പറഞ്ഞാൽ ഈ വരുവില്ലേ, വലിവിന് ശ്വാസം മുട്ടിന് അപ്പോൾ അസുഖം മാറലുണ്ടാവും. അതിന് ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കും, നീര് കൊടുക്കുന്നതിന് അപ്പോൾ അത് കുറയും. ശ്വാസം മുട്ടുന്ന അസുഖത്തിന് മാറ്റം ഉണ്ടാക്കാം. ഈ നമുക്ക് കാഴ്ചക്കുറവാണോ? ഈ പല ആളുകൾക്ക് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ. അതിനിപ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ സ്വന്തമായിട്ടുള്ള മരുന്ന് ചെയ്യാണോ അതോ ഹോസ്പിറ്റലിൽ പോവുകയാണോ? പണ്ട് വാദം കൊല്ലി എന്ന് പറഞ്ഞ വാദം കൊല്ലില്ലേ, വാദം കൊല്ലിട്ട് വാദം കൊല്ലി തിളപ്പിച്ച് അത് വെച്ച് കുളിക്കും. ആവി പിടിക്കും. അപ്പോൾ കുറയും. ഈ വാദം കൊല്ലിയൊക്കെ ഇപ്പോൾ കിട്ടാണ്ടോ നമ്മളെ ഭാഗത്ത്? വാദം കൊല്ലി ചില വീട്ടിലുണ്ട്, അക്കരണ്ട്, ഇവിടെ ഒക്കെ ഉണ്ട്. ഞങ്ങൾ അക്യുപഞ്ചർ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഇവരുടെ ജീവിതശൈലിയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരുടെ ഇടയിലേക്ക് വന്നത്. അപ്പോൾ അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും അറിയാനും സാധിച്ചു. ഇപ്പോൾ അവരും തന്നെ മെഡിസിനിലേക്ക് എത്തിയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ജീവിതശൈലിയിൽ കഴിഞ്ഞ സമയത്ത് പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങളോ ജീവിതശൈലി രോഗങ്ങളോ ഒന്നും അവരെ അലട്ടിയില്ല എന്നുള്ളൊരു സത്യാവസ്ഥ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചുള്ളിയോട് കോളിമൂല ആദിവാസി കോളനിയിൽ അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് ഏകദേശമൊക്കെ ഒരു രൂപം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മളോട് സഹകരിച്ച മുൻ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് മെമ്പറുമായുള്ള സുരേന്ദ്രനും അതുപോലെ തന്നെ വെള്ളിയണ്ണനും ക്ഷീരയ്ക്കും ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ആദിവാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് മാതൃകയായിരുന്നു ആദ്യം. ഇപ്പോഴും ഞങ്ങളെ ഈ പ്രദേശത്തിനടുത്ത് ആദിവാസികൾ കൈകെട്ടി ഒടിച്ചിൽ വന്നാൽ കൈകെട്ടി മുറിവ് മാറ്റി കൊടുക്കുന്ന ആദിവാസികൾ, മാനന്തവാടിയിൽ പലവിധ രോഗത്തിന് ചികിത്സിക്കുന്ന ആദിവാസി വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് ഇനിയും നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.